ഹായ്, നമുക്ക് നമ്മുടെ മൊബൈലിനെ എങ്ങനെ പഴയകാല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയുടെ അതേ ഒരു എഫക്റ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം? എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയാണ്. ഒരു ഗ്രേ കളർ ഇതിലായിരിക്കും നമുക്ക് കാണാൻ പറ്റും. പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയൊക്കെ കാണുന്ന മാതിരി. സ്ക്രീൻ ആവട്ടെ, ഹോം സ്ക്രീൻ ആവട്ടെ, വീഡിയോസ് ആവട്ടെ, എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ മൊബൈലിൽ ഒരു ചെറിയ സെറ്റിങ്സിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. പക്ഷേ ഈ സെറ്റിങ്സിനെ പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ദയവേത് വീഡിയോ കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാണാത്തവർ കണ്ടതിന് ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് ആർക്കാണെന്ന് വെച്ചാൽ രാത്രി ആളുകൾ ഇരുന്നിട്ട് ഇത് കണ്ടമാനം വീഡിയോസൊക്കെ കാണുന്ന ടീംസ് ഉണ്ടാവില്ല, അവർക്കായിരിക്കും കൂടുതൽ ഉപയോഗപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ കാണാം, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ ഒരു ബെഡ് ടൈം മോഡ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബെഡ് ടൈം മോഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സ്ലീപ്പ് ടേൺ ഓൺ എന്ന് കാണാം, അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. ടേൺ ഓൺ എന്നുള്ളത് ടേൺ ഓൺ ആക്കുക. അതിന് താഴെ നമുക്ക് ടേൺ ഓൺ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ നമുക്ക് കുറച്ചും കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ അതർ ആക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ അതർ ആക്ഷനിലേക്ക് നമ്മളൊന്ന് ടച്ച് ചെയ്യുകയാണ്. അതർ ആക്ഷനിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഗ്രേ സ്കെയിൽ, ഡാർക്ക് മോഡ്, ഐ കംഫർട്ട് ഷീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിലൊന്നും നമുക്ക് പോകുന്നില്ല, നമുക്ക് ഗ്രേ സ്കെയിൽ മാത്രം മതി. ഇപ്പോൾ തൽക്കാലം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് ഗ്രേ സ്കെയിൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഈ ഗ്രേ സ്കെയിൽ മാത്രം ഒന്ന് ആഡ് ചെയ്യുകയാണ്. അതിൽ പ്ലസ്സിൽ ഒന്ന് ടച്ച് ചെയ്താൽ അത് ആഡായിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്ത് നമ്മുടെ സ്ക്രീൻ മൊത്തം ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോയിട്ടുണ്ട്. ഓൾറെഡി ഇതിൻ്റെ സെറ്റിങ്സ് ഏകദേശം ഫിനിഷ് ആയിട്ടാണുള്ളത്. നമുക്ക് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുന്നത്. വീഡിയോ ആയാട്ടെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഏതായാലും വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.